മുസ്ലിം ലീഗ് പിന്നെ എപ്പോഴും UDFിലെ ശക്തമായ ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് UDFിനെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലാണ് മുസ്ലിം ലീഗ് എപ്പോഴും ചിന്തിക്കാറുള്ളത്. പിന്നെ മുസ്ലിം ലീഗിനെ മനസ്സിലാക്കാനും മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ എപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്, UDF നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏറ്റുമുട്ടലില്ലാതെ തന്നെ പരസ്പര സഹകരണത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ ലീഗിനും UDFിലെ മറ്റ് കക്ഷികൾക്കൊക്കെ തന്നെ സാധിക്കും. മുസ്ലിം ലീഗിന് അർഹിച്ചത് ചോദിക്കാതെ തന്നെ കിട്ടുമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഇന്നേവരെ ഒന്നും ചോദിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് അർഹിച്ചത് അത് അനുവദിച്ചു തരാൻ എപ്പോഴും UDF മുന്നോട്ട് വന്നിട്ടുണ്ട്. മലപ്പുറം തന്നെയാണല്ലോ UDFിൻ്റെ ഒരു എന്താ പറയുക, മുന്നിൽ ഒരു പയനിയർ ഫോഴ്സായിട്ട് മലപ്പുറം എപ്പോഴും UDFിൻ്റേതായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ നമുക്കൊരു പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്തിനെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന വണ്ണം ഇപ്പോൾ ഒരു ഭരണകക്ഷി MLAമാരെ മാത്രം വിജയിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മലപ്പുറം ജില്ലയെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പൊതുവികാരം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെതാണ്, സാമൂഹ്യമായിട്ടുള്ള സഹവർത്തിത്വത്തിൻ്റെതാണ്. അപ്പോൾ അതിന് വീഴ്ച വരുത്തുന്ന രീതിയിൽ ആര് സംസാരിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കുകയില്ല. അപ്പോൾ ത്രിതല പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. അതും ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് അന്നും വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ തള്ളിക്കളയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു, ജനങ്ങൾ തയ്യാറായി. അതുതന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ പൊതുവികാരം, ആ പൊതുവികാരത്തിനൊപ്പമാണ് ജനങ്ങളുള്ളത്. അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ ആര് മുന്നോട്ട് വന്നാലും അതിനെ അംഗീകരിക്കാൻ കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാവുകയില്ല എന്നൊരിക്കൽ കൂടി ഇപ്പോൾ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു.